അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് നൗഫൽ എന്നാണ്. ഞങ്ങൾ ചാവക്കാട് അകലാടാണ് ഞങ്ങളുടെ വീട്. എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും കുടുംബത്തിൻ്റെയും മജ്ലിസിനെ കുറിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് കുറേ അനുഭവങ്ങൾ മജ്ലിസ് കൊണ്ടുണ്ട്. അൽഹംദുലില്ലാഹ്. എൻ്റെ ഉമ്മ ഒരു ക്യാൻസർ രോഗിയാണ്. ആയിരുന്നു, ഇപ്പോൾ ഇല്ല. സുഖം കണ്ടുപിടിക്കുന്നത് തുരുന്തിരെ എന്നുള്ള പറഞ്ഞതുപോലെ മാസങ്ങൾക്കിടയിൽ 3-4 ഓപ്പറേഷൻ ആയിട്ടാണ്. ആ ഓപ്പറേഷനുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇതാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ വിഷമത്തിൽ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അങ്ങനെ ഉസ്താദുമായിട്ട് സമീപിച്ച് നമ്മളുടെ മജ്ലിസിൽ അങ്ങനെ ഇനി ഇതുണ്ടാവില്ല, ഇൻഷാ അല്ലാഹ് അതിൻ്റെ ചികിത്സ ഇവിടുന്ന് നടക്കുമെന്ന് പറഞ്ഞു. മജ്ലിസിൽ സ്വലാത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ചികിത്സ സ്റ്റാർട്ട് ചെയ്ത്, പിന്നെ അത് കൂടാതെ തന്നെ എൻ്റെ ഉമ്മ എന്നും പറയാറുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഷ്റഫ് ഉസ്താദിൻ്റെ അവിടുന്ന് മജ്ലിസിൽ നിന്ന് നമ്മളുടെ ബഹുമാനപ്പെട്ട ഫാറൂഖ് ഉസ്താദ് അവറുകൾ, അതുപോലെ തന്നെ അവിടുത്തെ ഉമ്മ ഖദീജ ബീവി അവറുകൾ, പിന്നെ മറ്റേ തിച്ചുകൊടി ഖദീജ ബീബി അവറുകൾ, അങ്ങനെയുള്ള മഹാന്മാരെല്ലാം എൻ്റെ ഉമ്മയുടെ അടുത്ത് വന്നിട്ടാണ് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം എൻ്റെ ഉമ്മ കാണുന്നതാണ്. ഇപ്പോൾ ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വലിയ അവറുകൾ വരുന്നുണ്ട്. അതാരാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഉസ്താദ് നേരത്തെ വന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു ഉമ്മ. അത് ഞങ്ങളുടെ അനുഭവങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്കിപ്പോൾ എൻ്റെ ഉമ്മക്ക് 2-3 വർഷമായി ചികിത്സ തുടങ്ങിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 വർഷത്തെ ഇടവേളയിൽ ഞങ്ങൾ ഓരോ സ്കാനിങ് വെച്ചിട്ടും ഫുൾ ബോഡി സ്കാനിങ് ഞങ്ങൾ ചെയ്തു. അതിലൊന്നും പിന്നെ ഈ അസുഖമുള്ള ആളായിരുന്നു എന്നും ഈ അസുഖത്തിൻ്റെ ഒരു കടുകുമണി പോലും അതിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡോക്ടർമാരും പറഞ്ഞു, നിങ്ങൾ നല്ല ഭാഗ്യമുള്ള ആളാണ്, നിങ്ങൾക്കിത് കണ്ടൻറ്റ് ഇതൊന്നും മനസ്സിലാവുന്നില്ല, ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഇതിനെക്കുറിച്ചൊരു അംശം പോലും ഇല്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ സലാത്ത് കാര്യങ്ങളിൽ ഡെയിലി പങ്കെടുത്ത് പോകുന്നുണ്ട്. എല്ലാ ആഴ്ചയിലത്തെ സലാത്തിലും പരമാവധി പങ്കെടുക്കുന്നുണ്ട്. ചികിത്സകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. പിന്നീട് ഞങ്ങൾക്ക് ഉള്ള മറ്റനുഭവങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഇതേപോലെ തന്നെയാണ്. ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എൻ്റെ ഉമ്മക്ക് തൈറോയിഡ് സർജറി, കുറച്ച് ഡേഞ്ചർ സർജറി ആയിരുന്നു. ഞരമ്പെല്ലാം ചുറ്റിപ്പണഞ്ഞിട്ടുണ്ടായിരുന്നു. സർജറി കഴിഞ്ഞിട്ട് അതിൽ ബോധം വരാതെ വന്ന സമയത്ത്, ബോധം വന്നാൽ ഒന്നല്ലെങ്കിൽ സംസാരിക്കില്ല, അല്ലെങ്കിൽ തളർന്ന് അങ്ങനെ കിടക്കും എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ലാസ്റ്റ്. ആ സമയത്ത് ഞങ്ങൾ അഷ്റഫ് ഉസ്താദ് അവരുടെ കോൺടാക്ട് ചെയ്യുകയും അവിടുത്തെ മജ്ലിസും കാര്യങ്ങളും നടത്തി. ആ സമയത്ത് അവിടുത്തെ ദുആഇൻ്റെ ഇതുകൊണ്ടും അവന്മാരുടെ ബർക്കത്ത് കൊണ്ടും എൻ്റെ ഉമ്മക്ക് ബോധം വരികയും കാര്യങ്ങളും എല്ലാം ഉണ്ടായി. അതിൻ്റെ ശേഷമാണ് ഞങ്ങൾക്ക് ഈ മറ്റ് സർജറിയും കാര്യങ്ങളും വന്ന് ക്യാൻസർ ആണെന്നുള്ളത് കണ്ടുപിടിക്കാനുണ്ടായി. പിന്നെ എൻ്റെ സഹോദരിക്ക് ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കേസുകളുണ്ട്. അതിൽ ഞങ്ങൾ അനുഭവസ്ഥരാണ്. അതിൽ ഓരോന്നും ഒഴിവായിട്ടുണ്ട്, ഓരോന്ന് ഇനിയും ഒഴിവാവാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. അവളും അവളെ മക്കളും എല്ലാം മജ്ലിസിൽ എല്ലാ ആഴ്ചയും പങ്കെടുക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് എന്ത് വന്നാലും ഞങ്ങൾക്ക് മജ്ലിസിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ഞങ്ങൾ കണ്ട് മനസ്സിലാക്കിയ ആളുകളാണ്. ഞങ്ങളത് അനുഭവസ്ഥരാണ്, ഞങ്ങൾ അനുഭവിച്ചതാണ്. മജ്ലിസിൻ്റെ എല്ലാവിധ ഞങ്ങൾക്ക് റാഹത്താണ് ഉണ്ടായിട്ടുള്ളൂ. ഇന്നും ഞങ്ങളുടെ കുടുംബം നിലനിന്ന് പോകുന്നത് പോലും മജ്ലിസിലെ അമ്പിയാക്കന്മാരുടെയും ബർക്കത്ത് കൊണ്ട് മാത്രമാണ്. ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. പറയാനും കുറേ കാര്യങ്ങൾ ഇനിയുണ്ട്. ഞാനിതിൽ നിർത്തുകയാണ്, ഒരു വോയിസ് മെസ്സേജ് ആയതുകൊണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.